ആളുകളാണ് ഈ ഒരു വീഡിയോ ടോയ്ലറ്റ് ഇരുന്ന് കാണുന്നത്? എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, രാജേഷ് എന്നായിരുന്നു പേര്. ടോയ്ലറ്റിൽ പോകുമ്പോൾ ഹെഡ്സെറ്റ് മൊബൈൽ ഫോണുമായിട്ട് ടോയ്ലറ്റിൽ പോവുകയും ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെന്റെ ഒരു മീ ടൈമാണ്, ഇതെന്റെ ഒരു പേഴ്സണൽ ടൈമാണ്. ഇവിടെ എനിക്ക് ഡിസ്റ്റർബൻസ് ഇല്ല, ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. സ്മാർട്ട് ഫോൺ നോക്കും, യൂട്യൂബ് കാണും, വാട്സാപ്പ് മെസ്സേജ് നോക്കും, ഫേസ്ബുക്ക് നോക്കാറുണ്ട്. 3 വർഷത്തിനിപ്പുറം രാജേഷ് എന്നോട് പറയുകയുണ്ടായി, ബ്രോ എനിക്ക് പൈൽസ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാരണം. അപ്പോഴാണ് രാജേഷ് പറയുന്നത്, രാജേഷിന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലുള്ള പെയിൻ ഉണ്ടായി. മാത്രമല്ല ഓഫീസിൽ ഇരിക്കുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും വളരെയധികം രീതിയിലുള്ള കഠിനമായ വേദന. ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടർ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുകയും ലാസ്റ്റിൽ ഡോക്ടർ ചോദിച്ചൊരു കാര്യം രാജേഷിനെയും അതുപോലെ തന്നെ എന്നെയും ഞെട്ടിച്ചു. അതായത് നിങ്ങൾ എത്ര സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കുന്നു എന്ന് ഡോക്ടർ രാജേഷിനോട് ചോദിച്ചു. ആ ടൈമിലാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇതാണ് റീസൺ എന്ന് മനസ്സിലായത്. അതായത് രാജേഷ് ഒരുപാടധികം സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കുന്നു. ഇങ്ങനെ ചെലവഴിക്കുന്നത് കാരണമാണ് രാജേഷിന് പൈൽസ് ഉണ്ടായത്. അപ്പോ ഞാൻ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈൽസ് എന്താണ്, ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പൈൽസ് ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. നമ്മുടെ ജനറേഷനിൽ വളരെയധികം കോമൺ ആയിട്ട് ഒരു കാര്യമാണ് ആളുകൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ മൊബൈൽ ഫോണും കൊണ്ടുപോകുന്നത്. ടോയ്ലറ്റിന്റെ അകത്തിരുന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ മീ ടൈം എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ മെസ്സേജ് അയക്കുകയും പാട്ട് കേൾക്കുകയും ചെയ്യുന്നു. WHO കണക്കുകൾ പ്രകാരം ഈ ലോകത്ത് 50% ആളുകളെങ്കിലും മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പൈൽസ് രോഗം വന്നിട്ടുള്ളവരായിരിക്കും. മാത്രമല്ല ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് 300% പൈൽസ് രോഗം ആളുകളിൽ കൂടിയിട്ടുള്ളത്. എന്താണ് ഇതിന് കാരണം? ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ സ്മാർട്ട് ഫോൺസ് തന്നെയാണ്. എന്താണ് പൈൽസ് അല്ലെങ്കിൽ എന്താണ് ഹെമറോയിഡ്? നമ്മുടെ മലാശയത്തിന്റെ താഴെയായിട്ട്, അതായത് നമ്മുടെ ഏനൽ കനാലില് രക്തക്കുഴലുകളുടെ ഒരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. ഈ നെറ്റ്വർക്ക് എന്തിനാണ് ആക്ച്വലി? നമ്മുടെ ഏനൽ കനാല് സീൽ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഏനൽ കനാലിൽ ഒരു കുഷൻ പോലെ ആക്ട് ചെയ്യാനുമാണ് ഈ രക്തക്കുഴലുകൾ ഉള്ളത്. മാത്രമല്ല നമ്മുടെ സ്റ്റൂളിന്റെ കൺട്രോൾ, അതായത് മലം കൺട്രോൾ ചെയ്യാനും ഈ രക്തക്കുഴലുകളുടെ ഒരു നെറ്റ്വർക്ക് വളരെയധികം രീതിയിൽ ഉപകാരപ്രദമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ രക്തക്കുഴലുകളുടെ ഈ ഒരു നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് ഹെമറോയിഡൽ കുഷൻസ്. അപ്പോ ഈ ഹെമറോയിഡൽ കുഷൻസിൽ എന്താണ് പൈൽസ് വരുമ്പോൾ സംഭവിക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് 2 ടൈപ്പ് പൈൽസ് നമുക്കുണ്ട്. അതായത് ഇന്റേണൽ ഹെമറോയിഡ്സും എക്സ്റ്റേണൽ ഹെമറോയിഡ്സും. ഇന്റേണൽ ഹെമറോയിഡ്സിന് കമ്പാരിറ്റീവ്ലി വേദന കുറവായിരിക്കും, പക്ഷേ രക്തസ്രാവം കൂടുതലായിരിക്കും. എക്സ്റ്റേണൽ ഹെമറോയിഡ്സിന് രക്തസ്രാവം കുറവായിരിക്കും, പക്ഷേ വേദന കൂടുതലായിരിക്കും. ഇനി എങ്ങനെയാണ് പൈൽസ് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നതെന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ ടോയ്ലറ്റിലേക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പൊസിഷൻ വളരെയധികം ഡിഫറെന്റ് ആണ്. അതായത് നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മുടെ ലോവർ ബോഡി താഴ്ത്തിയാണ് ഇരിക്കുന്നത്. ആ ഒരു സമയം ഗുരുത്വാകർഷണം, അതായത് ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുന്നു. അതായത് റെക്റ്റം തൂങ്ങി നിൽക്കുന്നു. മാത്രമല്ല നമ്മുടെ ഏനൽ കനാൽ അല്ലെങ്കിൽ ഏനൽ ഏരിയയിലേക്ക് ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണം താഴേക്ക് ആക്ട് ചെയ്യുന്നു. വളരെയധികം രീതിയിൽ ഇങ്ങനെ ഒരു ഗുരുത്വാകർഷണം താഴേക്ക് വളരെയധികം ശക്തിയായിട്ട് ആക്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ലോവർ ബോഡിയിലേക്ക് ബ്ലഡ് പൂൾ ചെയ്യുന്നു. അതായത് ഹെമറോയിഡൽ കുഷൻസിലേക്കും ഹെമറോയിഡൽ നെറ്റ്വർക്കിലേക്കും ബ്ലഡ് പൂൾ ചെയ്യുന്നു. സാധാരണ സ്ഥിതിയിൽ നമ്മൾ ഒരു 2-3 മിനിറ്റ് ആയിരിക്കും മാക്സിമം ടോയ്ലറ്റിൽ ഇരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം രീതിയിലുള്ള പൂളിംഗ് അവിടെ നടക്കത്തില്ല. എന്നാൽ നമ്മൾ സ്മാർട്ട് ഫോണുമായിട്ട് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ 25 മുതൽ 30 മിനിറ്റ് വരെ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യും. വളരെയധികം രീതിയിലുള്ള ഗ്രാവിറ്റി താഴേക്ക് ആക്ട് ചെയ്യുകയും റക്തം വളരെയധികം രീതിയിൽ തൂങ്ങിപ്പോവുകയും ചെയ്യും. ഞാനൊരു സിമ്പിൾ എക്സ്പെരിമെന്റ് ഇതിന് പറഞ്ഞുതരാം. നിങ്ങൾ കൈ ഒന്ന് മേശപ്പുറത്ത് വെച്ച് നോക്കിയേ, അതിന്റെ പുറത്തേക്ക് കുറച്ച് ഭാരമുള്ള എന്തെങ്കിലും വസ്തുക്കൾ എടുത്ത് വെച്ച് നോക്കിയേ. ഒരു 30 മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കൂ. ആ സമയം നമുക്ക് എന്ത് കാണാം? അവിടേക്കുള്ള രക്തപ്രവാഹം കുറയും. മാത്രമല്ല സ്വെല്ലിംഗ് ഉണ്ടാവും, വീക്കം ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും. ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് 25 മുതൽ 30 മിനിറ്റ് വരെ ഇരിക്കുമ്പോഴും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത് വഴി ഹെമറോയിഡൽ കുഷൻസ് അല്ലെങ്കിൽ ഏനൽ കനാലിലുള്ള ഈ രക്തക്കുഴലുകളുടെ ഈ ഒരു നെറ്റ്വർക്ക് വികസിക്കുന്നു. മാത്രമല്ല രക്തയോട്ടം കുറയുന്നു. മാത്രമല്ല വീനസ് പൂളിംഗ് അല്ലെങ്കിൽ ഈ ബ്ലഡിന്റെ പൂളിംഗ് അവിടെ കൂടുന്നു. ഇങ്ങനെ കുറെ അധികം നാളുകൾ ഇരിക്കുന്നത് വഴി ഈ രക്തക്കുഴലുകളുടെ ഈ ഒരു നെറ്റ്വർക്ക് തകരാറിലാകുന്നു. മാത്രമല്ല ഇതിന്റെ സപ്പോർട്ടിംഗ് ടിഷ്യൂസും തകരാറിലാകുന്നു.
ഇങ്ങനെ ഒരു പെർമനന്റ് ഡാമേജ് ആണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ പല ആളുകളും വിചാരിക്കും നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ നമുക്കൊന്നും ഇങ്ങനെ വരുന്നില്ലല്ലോ. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇത് 1-2 ദിവസം അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് പോലും സംഭവിക്കുന്നതല്ല. 1-2 വർഷങ്ങൾ നിങ്ങൾ ഈ സെയിം പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സെയിം ഹാബിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് വരുന്നത്. ഇനി ഒരുപാടധികം ആൾക്കാർ വിചാരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ന്യൂസ് പേപ്പർ കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോയിരുന്നു അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടല്ലോ എന്ന്. ആക്ച്വലി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പത്രം വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കമ്പയർഡ് ടു സ്മാർട്ട് ഫോൺസ്. കാരണം പത്രം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അപ്പൊ ഒരു മാക്സിമം 5-10 മിനിറ്റ് നമ്മൾ പത്രം വായിക്കും, നമ്മൾ മടക്കി വെക്കും, നമ്മൾ തിരിച്ചു വരും. പക്ഷെ സ്മാർട്ട് ഫോൺ അങ്ങനെയല്ല, അഡിക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ തോന്നും. ഇപ്പൊ നമ്മൾ ഈ ലോങ് വീഡിയോ കാണുന്നതിനേക്കാളും കൂടുതൽ റീൽസ് ആണ് കാണുന്നത്. അപ്പൊ വളരെയധികം ഷോർട്ട് ഡ്യൂറേഷൻ ഉള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ വീഡിയോസ് ഇങ്ങനെ കാണുകയും നമ്മൾക്ക് സമയം പോകുന്നതും അറിയത്തില്ല. അപ്പൊ തന്നെ വളരെ എളുപ്പമായിട്ട് തന്നെ ഒരു 30 മിനിറ്റ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനിറ്റ് സ്ക്രോൾ ആണ്. പക്ഷെ ന്യൂസ് പേപ്പർ വായന എന്ന് പറയുമ്പോൾ ബോർ അടിക്കും. അപ്പൊ ഒരു 10 മിനിറ്റ് വരെയൊക്കെ മാക്സിമം ന്യൂസ് പേപ്പർ ടോയ്ലറ്റിൽ ഇരുന്ന് വായിക്കത്തുള്ളൂ. പക്ഷെ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ 30 മിനിറ്റ് ഒക്കെ മിനിമം നമ്മൾ യൂസ് ചെയ്യും. ഒരു സ്റ്റഡി അമേരിക്കയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഫോൺ ഇല്ലാതെ കുറച്ച് ആളുകളെ ടോയ്ലറ്റിലേക്ക് വിട്ടു. അവരൊരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റിനകത്ത് അവർ പുറത്തേക്ക് ഇറങ്ങി. മാത്രമല്ല കുറച്ച് ആളുകളെ സ്മാർട്ട് ഫോൺ കൊടുത്ത് ടോയ്ലറ്റിലേക്ക് വിട്ടു. അവര് മിനിമം ഒരു 30 മുതൽ 45 മിനിറ്റ് വരെയും ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്തു. അതായത് 700% വരെയും വർധനവാണ്, നമ്മൾ ആ ഒരു സമയത്തിന്റെ വർധനവാണ് നമ്മൾ അവിടെ കാണുന്നത്. മാത്രമല്ല ഫോൺ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പോസ്ചർ ഡിസ്റ്റർബ്ഡ് ആവുന്നു. നമ്മുടെ ശരീരത്തിന്റെ സിഗ്നൽസിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഈ പോസ്ചറിനുള്ള ഒരു വ്യത്യാസം തന്നെ വീണ്ടും ഈ ഒരു രക്തത്തിലേക്കുള്ള പ്രഷർ കൂട്ടുകയും ഈ ഹെമറോയിഡൽ കുഷൻസിലേക്കുള്ള രക്തപ്രവാഹം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും ഈ ഒരു രക്തപ്രവാഹം കുറയുന്നത് വഴി ഹെമറോയിഡൽ കുഷൻസിനെ തകരാറിലേക്കാണ്. അപ്പോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സിഗ്നൽസ് അവിടെ ഡാമേജ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഹെമറോയിഡൽ കുഷൻസിലേക്കുള്ള ബ്ലഡ് പൂളിങ്ങും കൂടുന്നു. ഈ പൈൽസ് ആക്ച്വലി 4 ഗ്രേഡിലേക്കാണ് വരുന്നത്. അതായത് ഗ്രേഡ് 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ്. ഇവിടെ നമുക്ക് രക്തപ്രവാഹം കുറയുക മാത്രമേ ഉള്ളൂ, കുറച്ചധികം വീക്കം മാത്രമേ ഉള്ളൂ, വേദന കാണത്തില്ല, വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി. പക്ഷെ പല ആൾക്കാരും ഈ ഒരു സ്റ്റേജിലേക്ക് ഈ പൈൽസിനെ തിരിച്ചറിയത്തില്ല. ഗ്രേഡ് 2 സ്റ്റേജ് 2 നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ രക്തസ്രാവം കൂടും. മാത്രമല്ല ഈ ഒരു ഹെമറോയിഡ്സ് പുറത്തേക്ക് തള്ളി വരുന്നു. അല്പം രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ചെറിയ അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. എന്നാലും നമുക്ക് ഇവിടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, പ്രോപ്പർ ആയിട്ട് മെഡിസിൻസും കഴിക്കുക. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ മ്യൂക്കസ് ഡിസ്ചാർജ് കാണും, ഒരുപാടധികം രക്തസ്രാവം കാണും, അതുപോലെ തന്നെ നല്ല രീതിയിൽ വേദന കാണും, ഹെമറോയിഡ്സ് നല്ല രീതിയിൽ വലുതാവുകയും ചെയ്യും. ഗ്രേഡ് 4 എന്ന് പറയുമ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവും. എപ്പോഴും ഹെമറോയിഡ്സ് പുറത്തേക്കായിരിക്കും നിൽക്കുന്നത്. മാത്രമല്ല വളരെയധികം രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടാവും. അപ്പൊ ഇതാണ് ഗ്രേഡ് 4. ഗ്രേഡ് 3 സർജറിയുടെ അത്രയും ആവശ്യമില്ല, പക്ഷെ സർജറി ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഗ്രേഡ് 4 എന്താണെങ്കിലും നമ്മൾ സർജറി ചെയ്തേ പറ്റൂ. വേറെയും കുറെ അധികം മെത്തേഡ്സ് നമുക്കുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അവസാന ഭാഗത്തേക്ക് ഡിസ്കസ് ചെയ്യാം. മൊബൈൽ ഫോൺ മാത്രമല്ലാതെ എന്ത് കാരണം കൊണ്ടാണ് ഈ പൈൽസ് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇല്ലാത്തതാണ്. ഫൈബർ അടങ്ങിയ ഫുഡ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കണം. ഭക്ഷണത്തിലുള്ള ഈ ഫൈബർ നമ്മുടെ മലം ലൂസാക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല നമുക്ക് കോളോറെക്ടൽ ക്യാൻസറും ഏനൽ ക്യാൻസറും പ്രിവെന്റ് ചെയ്യും. മാത്രമല്ല ഈ ഒരു ഫൈബർ നമ്മുടെ ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നു. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയാൻ പ്രൊലോങ്ഡ് സിറ്റിംഗ് ആണ്. ഒരുപാടധികം നേരം നമ്മൾ ഇരിക്കുന്നത് വഴി നമുക്ക് പൈൽസ് ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? നമ്മൾ ഒരുപാടധികം നേരം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലേക്കും ഏനൽ കനാലിലേക്കുമുള്ള ഗുരുത്വാകർഷണം കൂടുന്നു. ഇങ്ങനെ കൂടുന്നത് വഴി ഹെമറോയിഡൽ നെറ്റ്വർക്കിലേക്ക് എത്തുന്ന ബ്ലഡിന്റെ പ്രവാഹം കുറയുന്നു. രക്തപ്രവാഹം കുറയുന്നത് വഴി അവിടേക്ക് ഇസ്കീമിയ സംഭവിക്കുന്നു. മാത്രമല്ല ഹെമറോയിഡൽ നെറ്റ്വർക്കിന് ഡാമേജ് സംഭവിക്കുന്നു. ഇതുവഴി ഹെമറോയിഡ്സ് ഉണ്ടാകുന്നു. നിങ്ങൾ ഒരുപാടധികം നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ എണീറ്റ് നടക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരുപാടധികം പ്രോസസ്ഡ് ഫുഡ്, ലോ ഫൈബർ ഫുഡ്, അതുപോലെ തന്നെ ഒരുപാടധികം സ്പൈസി എരിവുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും ഒരുപാടധികം രീതിയിൽ ഹെമറോയിഡ്സിന്റെ ചാൻസ് കൂട്ടുന്നു. പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും ഹെമറോയിഡൽ നെറ്റ്വർക്കിന് ഡാമേജ് ഉണ്ടാക്കുന്നു, ഇസ്കീമിയ ഉണ്ടാക്കുന്നു. ഹെമറോയിഡൽ നെറ്റ്വർക്കിനെ വളരെയധികം രീതിയിൽ ദോഷകരമായി പുകവലിയും മദ്യപാനവും ബാധിക്കുന്നു.
ഇങ്ങനെയും ഹെമറോയിഡ്സ് ഉണ്ടാകും. ഒരുപാടധികം സ്ട്രെസ്, ആങ്സൈറ്റി, പ്രഷർ ഉള്ളവര് ഇങ്ങനെയുള്ളവർക്കും ഹെമറോയിഡൽ നെറ്റ്വർക്കിന് ഡാമേജ് ഉണ്ടായി പൈൽസ് ഉണ്ടാകാൻ വളരെയധികം രീതിയിൽ ചാൻസ് ഉണ്ട്. പ്രഗ്നൻസിയിലും പൈൽസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം രീതിയിൽ കൂടുതലാണ്. ടോയ്ലറ്റിൽ പോയിട്ട് ഒരുപാടധികം രീതിയിൽ പ്രഷർ ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്ന ശീലമുണ്ടെങ്കിലും പൈൽസിന്റെ ചാൻസ് വളരെയധികം രീതിയിൽ നിങ്ങൾക്ക് കൂടുതലാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, അതായത് ഇൻസോമിനിയ, ഇങ്ങനെ പല ലക്ഷണങ്ങളും പൈൽസ് രോഗികളിൽ കണ്ടുവരുന്നു. കോൺഫിഡൻസ് ഇല്ലായ്മയും അതുപോലെ തന്നെ സമൂഹത്തിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള മടിയും ഈ പൈൽസ് രോഗികളിൽ കൂടുതലായി കണ്ടുവരുന്നു. ഇങ്ങനെ നമുക്ക് ഈ പൈൽസ് രോഗം പ്രിവെന്റ് ചെയ്യാം. ഒന്നാമതായിട്ട് ഒരുപാടധികം ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക. ഫൈബർ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ മാക്സിമം തൈര് കുടിക്കുക, പ്രോബയോട്ടിക്സ് കഴിക്കുക, അതുപോലെ തന്നെ ഓട്സ് കഴിക്കുക, ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരുപാടധികം റഫേജ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റൂള് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നു. ഹെമറോയിഡ്സ് എന്ന് പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും. ടോയ്ലറ്റിൽ പോകുമ്പോൾ ബുക്ക് കൊണ്ടുപോകുന്ന ശീലമുണ്ടെങ്കിലോ പത്രം വായിക്കുന്ന ശീലമുണ്ടെങ്കിലോ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന ശീലമുണ്ടെങ്കിലോ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇനി മുതൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ മാക്സിമം 5 മിനിറ്റ് വരെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് കൂടുതൽ ഒരിക്കലും ഇരിക്കരുത്. മാത്രമല്ല ഒരുപാടധികം രീതിയിൽ നിങ്ങൾ ആർജ് അല്ലെങ്കിൽ ഒരുപാടധികം പ്രഷറിൽ നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരുപാടധികം വെള്ളം കുടിക്കുക. 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക. ഒരുപാടധികം ഫൈബർ ഫുഡ് കഴിക്കുക. മാത്രമല്ല എല്ലാ ദിവസവും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും 2 കപ്പ് ഫ്രൂട്ട്സ് നിങ്ങൾ മിനിമം കഴിക്കുക. മാത്രമല്ല നിങ്ങൾ നടക്കുക, എക്സസൈസ് ചെയ്യുക. മിനിമം ഒരു 150 മിനിറ്റ് എല്ലാ ആഴ്ചയും നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അതായത് ഒരു ദിവസം 30 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസം നിങ്ങൾ ചെയ്യുക. മാത്രമല്ല 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം കുടിക്കുക. ഈ അളവിൽ നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യുക. മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അടുത്തതായിട്ട് സ്ട്രെസ് കുറയ്ക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. യോഗ, മെഡിറ്റേഷൻ ഇത് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ പൈൽസ് തടയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പുകവലിക്കുന്നവരാണെങ്കിലും മദ്യപിക്കുന്നവരാണെങ്കിലും ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, ബട്ടർ മിൽക്ക് അതായത് മോരും വെള്ളം, അതുപോലെ തന്നെ തൈര് കുടിക്കുന്നത് ഇതെല്ലാം വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു. നീന്തൽ അതായത് സ്വിമ്മിങ് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ പൈൽസ് പ്രിവെന്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. കീഗൽ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം രീതിയിൽ ഹെമറോയിഡ്സ് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പ്രൊസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യണം. കംഫർട്ടബിൾ ആയിട്ടും റഷ് ചെയ്യാതെ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ടോയ്ലറ്റിൽ പോകുന്ന സമയം ഫുൾ കോൺസെൻട്രേഷനും ആ ടോയ്ലറ്റിൽ പോകുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കേന്ദ്രീകരിക്കുക. മലദ്വാരത്തിന്റെ അവിടെയോ മലാശയത്തിന്റെ അവിടെയോ നിങ്ങൾക്ക് മുഴ പോലെയോ അല്ലെങ്കിൽ രക്തസ്രാവമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കളർ അല്ലെങ്കിൽ നിറവ്യത്യാസമോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒരു ഡോക്ടറിനെ കാണുക. വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൂളിന്റെ അകത്ത് ബ്ലഡിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിലോ നിങ്ങൾ ഉറപ്പായിട്ടും ഡോക്ടറിനെ പോയി കാണേണ്ടതാണ്. സ്ക്ലീറോതെറാപ്പി, റബ്ബർ ബാൻഡ് ലൈഗേഷൻ, സർജറി, അങ്ങനെ ഒരുപാടധികം ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഗ്രേഡ് 1 and 2 അല്ലെങ്കിൽ സ്റ്റേജ് 1 and 2 നമുക്ക് മാക്സിമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ 3 or 4 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ്സ് വഴിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ ഒരു കാര്യം. അമേരിക്കൻ ജേർണൽ ഓഫ് ഗ്യാസ്ട്രോഎൻട്രോളജി നടത്തിയ ഒരു പഠനത്തിൽ ആവറേജ് സമയം ടോയ്ലറ്റിൽ പോകുന്ന ഒരു ആവറേജ് സമയം 2000 6 മിനിറ്റും എന്നാൽ 2020 അത് 29 മിനിറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 67% ഇന്ന് ഈ പൈൽസിന്റെ റിസ്ക് കൂടിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാടധികം ആൾക്കാർ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന ഒരു തെറ്റാണിത്. അതുകൊണ്ട് മാക്സിമം ആളുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കൊളീഗ്സിനും എല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു ചാനലിൽ ഇനി ഒരുപാടധികം വീഡിയോസ് ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് പൂർണ്ണമായിട്ട് നമുക്ക് തടയാനായിട്ടുള്ള പലയധികം മാർഗങ്ങളെ പറ്റിയും ട്രീറ്റ്മെന്റ് ചോയ്സിനെ പറ്റിയും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഈ ചാനൽ മാക്സിമം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാടധികം ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് പി സൈനിങ് ഓഫ്. ബൈ ബൈ.